സിനിമാ കോൺക്ലേവിലെ ചർച്ചയിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ ഏത് പരാമർശമാണ് ഇത്ര വലിയ വിഷയമായിട്ട് കൊണ്ടു നടക്കാനുള്ള കാരണം? ഈ കേരളത്തിന്റെ സാമൂഹ്യ വികാസത്തെ മനസ്സിലാക്കാതെ കേരളത്തിലെ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് 1.5 കോടി രൂപയൊക്കെ സിനിമ പിടിക്കാൻ വേണ്ടി വെറുതെ കൊടുത്ത് കളയേണ്ടതില്ല, അവർക്ക് ആവശ്യമായ പരിശീലനം കൊടുക്കണം എന്ന നിലയിൽ പറഞ്ഞ ഒരു പരാമർശമാണ്. ആ പരാമർശത്തിൽ തെറ്റുണ്ടോ? തെറ്റുണ്ടല്ലോ. SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ലല്ലോ, ആര് ചെയ്താലും അറിയാത്ത ആൾക്കാർ വന്ന് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ പരിശീലനം കൊടുക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ ഒരാൾക്ക് ഒരു ലോൺ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമ പിടിക്കാൻ കൊടുക്കുമ്പോൾ അയാളുടെ ഒരു കഴിവ് അസസ് ചെയ്യുക എന്ന് പറയുന്നത് നടത്തുന്നതിൽ ഒരു തെറ്റില്ല. വെറുതെ ഒരാൾ വന്നിട്ട് ലോൺ ചോദിക്കണ പോലെ ഇപ്പൊ മുദ്രാ ലോണൊക്കെ ഇഷ്ടം പോലെ കൊടുക്കണില്ലേ, അതുപോലെ കൊടുക്കാനും പറ്റുന്ന ഒരു സാധനമല്ലല്ലോ അത്. അതിന് കൃത്യമായും ആ കൊടുക്കുന്ന ആളുകൾക്ക് അതിന്റെ മാനദണ്ഡങ്ങൾ ഉണ്ടാവും. വെറുതെ കൊടുക്കില്ല. എത്ര സിനിമ ചെയ്തു, അല്ലെങ്കിൽ എത്ര സ്ഥലത്ത് ഇത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കഴിവ് തെളിയിച്ചിട്ടുണ്ട്, ഇതൊക്കെ പരിശോധിച്ചിട്ടല്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കുന്നത്. അല്ലാതെ വേറെ വരുന്ന ആളുകൾക്ക്, അതുപോലെ സ്ത്രീകൾക്ക് സിനിമ ചെയ്യാൻ എങ്ങനെയാണ് ഈ സിനിമ കോൺക്ലേവ് ഉണ്ടാവുന്നത്? കേരളത്തിൽ സിനിമാ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം എന്താണ്? ഈ 2-3 വർഷക്കാലമായിട്ട് നടി ആക്രമിക്കപ്പെട്ട കേസിന് ശേഷം കേരളത്തിന്റെ സിനിമാ മേഖലയിൽ ഉണ്ടായ മാറ്റം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകൾ. അവർ ഇന്നും ആ ഇരുട്ടിൽ ജീവിക്കുകയാണ്. അപ്പൊ അവരൊക്കെ നമ്മൾ പല ഉന്നത സ്ഥാനങ്ങളിലൊക്കെ വെക്കുന്നുണ്ടെങ്കിലും ലോകത്തിൻ്റെയും നമ്മുടെ കേരള സമൂഹത്തിൻ്റെയും സ്ത്രീകളുടെയും ഈ SC വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വളർച്ച മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരുടെ തന്നെ ബൗദ്ധികമായിട്ടുള്ള നിലവാരത്തിൽ ഉണ്ടായിട്ടുള്ള വളർച്ച. ഈ അടൂർ ഗോപാലകൃഷ്ണന്റെ ഏത് സിനിമയാണ് സാമൂഹ്യ പ്രസക്തിയായിട്ടുള്ള ഒരു സിനിമ? നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും? അദ്ദേഹം കുറച്ച് മിണ്ടാണ്ട് ആൾക്കാർ നടക്കും. ഇപ്പോൾ ചില ആളുകൾ കണ്ണുകൊണ്ട് കാണിക്കും, ചില ആളുകൾ ഇത് മാത്രം കണ്ടാണോ നമ്മൾ സിനിമയെ ഇങ്ങനെ സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള സിനിമ എന്ന് കാണുന്നത്? സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള സിനിമകൾ സംസാരം ഉണ്ടായിക്കോട്ടെ, അതിനെന്താ? സംസാരിക്കാത്തവരല്ലല്ലോ മനുഷ്യർ. മൃഗങ്ങളെ കാണിച്ച് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോയി കുറേ സമയം ലാഗ് ചെയ്യിക്കുക, ഇതാണോ ഒരു ആർട്ട് സിനിമ എന്ന് പറയുന്നത്? ഞാൻ അങ്ങനെ കാണുന്നില്ല. സിനിമ എന്ന് പറയുന്നതാണ് ജനങ്ങളിലേക്ക് ഒരു ആശയം എത്തിക്കാൻ ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മേഖല, മാധ്യമം. അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഞാൻ അടൂർ ഗോപാലകൃഷ്ണന്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും അവസാനം ദിലീപും കാവ്യമാധവനും അഭിനയിച്ച ഒരു സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ സാമൂഹ്യ പ്രസക്തി എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ പണം മുടക്കി അത് സിനിമ ചെയ്യുമ്പോൾ എന്തെങ്കിലും സിനിമ, ഇതിനൊക്കെ ഒരുപാട് അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അവാർഡുകളുടെ മാനദണ്ഡം, ഇപ്പം ഉർവശി ചോദിച്ച പോലെ ഒരു ചോദ്യമുണ്ട്, അവാർഡുകളുടെ മാനദണ്ഡം എന്താണ് അവാർഡ് കൊടുക്കുന്നതിന്? അതൊരു വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലൊരു കോൺക്ലേവ് വരുന്നതിൻ്റെ പശ്ചാത്തലം തന്നെ ഇത്തരം സ്ത്രീകളായിട്ടുള്ള ആളുകളെ കൂടുതലായിട്ട് അക്കോമഡേറ്റ് ചെയ്ത് സ്ത്രീകൾക്കെതിരെ സിനിമാ മേഖല നിലനിൽക്കുന്ന ഡിസ്ക്രിമിനേഷനെതിരായിട്ടുള്ള നിയമനിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കോൺക്ലേവാണത്. അത് അവിടെ ഒരു നയരൂപീകരണം നടന്നതിന് ശേഷം അതൊരു നിയമമായിട്ട് വരാൻ പോകുന്ന ഒരു കോൺക്ലേവിൽ കയറിയിട്ട് ഇത്തരം ആളുകൾക്ക് കൊടുക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ അത് ആ ഒരു സംവിധാനത്തിനെ തന്നെ ചലഞ്ച് ചെയ്യുന്നതാണ്. അത് സ്വന്തം ഇത് ആദ്യ സമയത്തല്ല. തൻ്റെ ഒരു സവർണാധിപത്യ സ്വഭാവം അദ്ദേഹം കാണിക്കുന്നത് ആദ്യമായിട്ടല്ല. ഇതിക്ക് മുന്നും അദ്ദേഹം പല സമയത്തും പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ കേരളത്തിൻ്റെയും അതായത് നമ്മളെ ഈ സവർണ യുഗവും ഫ്യൂഡൽ യുഗവും കഴിഞ്ഞ് നമ്മൾ മുതലാളിത്ത വികാസത്തിലൂടെ കടന്നുപോയി ജനാധിപത്യവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു സൊസൈറ്റിയാണ് കേരളം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നവോത്ഥാനം പോലും കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ജനാധിപത്യത്തിൻ്റെ ഒരു വളർച്ചയിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് വന്നിട്ട് ഈ ആളുകൾക്ക് കൊടുക്കുമ്പോൾ വെറുതെ കാശ് കളയാണെന്ന് പറയാനായിട്ട് പറയുന്നത് വഴി അദ്ദേഹത്തിൻ്റെ മഹത്വം അദ്ദേഹം തന്നെ ഇല്ലാതാക്കി എന്ന് പറയുന്നതാണ്. അപ്പൊ പറഞ്ഞത് ആരാണ്? ചോദ്യം ചെയ്തത് ആരാണ്? പുഷ്പവതി എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. പുഷ്പവതി ആരാണെന്ന് അറിയില്ല എങ്കിൽ അത് പുഷ്പവതിയുടെ മിസ്റ്റേക്ക് അല്ല, അത് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മിസ്റ്റേക്കാണ്. അത് ഈ കേരളത്തിലല്ല ജീവിക്കുന്നത്. എത്രയോ ഗംഭീരമായിട്ടുള്ള പാട്ടുകൾ, പിന്നണി ഗാനങ്ങൾ അവര് ഈ സിനിമയിൽ തന്നെ പാടിയിട്ടുണ്ട്. അതുകൂടാതെ അവര് ഈ സംസ്ഥാന സർക്കാരിന്റെ അടൂർ ഗോപാലകൃഷ്ണൻ ഇരിക്കുന്നത് പോലെ തന്നെ വലിയൊരു സ്ഥാനത്ത് അവരിയ്ക്കുകയാണ്. സംഗീത നാടക അക്കാദമിയുടെ ഉപാധ്യക്ഷയായിട്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് അവരെ അറിയില്ല നിങ്ങൾ ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ
അത് തന്നെ സ്വയം അദ്ദേഹം ചെറുതായി പോവുകയാണ് അതിലൂടെ നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോ അടൂർ ഗോപാലകൃഷ്ണനെ തിരുത്താനല്ല നമ്മൾ പോകുന്നത്. നമ്മൾ അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണയ്ക്കുന്ന രാജ്യം അംഗീകരിച്ച ഒരു കലാകാരനാണ്. രാജ്യം മാത്രമല്ല, ലോകം തന്നെ അംഗീകരിച്ച കലാകാരൻ. അദ്ദേഹത്തിന്റെ പല സിനിമയ്ക്കും ലോകത്തിൽ പല അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ അവാർഡുകളൊക്കെ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ രാഷ്ട്രീയ മനോഭാവത്തിന് മാറ്റം ഉണ്ടാവണം എന്നില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മനോഭാവമാണ് അദ്ദേഹത്തിന്റെ ആ സംസാരത്തിലൂടെ വെളിവായത്. ഞാൻ പറഞ്ഞ ഒരു പ്രാവശ്യം സ്ലിപ്പ് ഓഫ് ടങ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. പല പ്രാവശ്യമാകുമ്പോൾ അത് സ്ലിപ്പ് ഓഫ് ടങ് അല്ല, അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണ്. അപ്പൊ ആ വേദിയിൽ ഇത്രയധികം കാണികൾ ഉണ്ടായിട്ടും പുഷ്പവതി മാത്രമല്ലേ ചോദ്യം ചെയ്തുള്ളൂ. ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനെ തടസ്സപ്പെടുത്തിയത് ശരിയായില്ല എന്ന് ശ്രീകുമാരൻ തമ്പി സാറ് പറഞ്ഞു. പുഷ്പവതി അതിന് എന്താ മറുപടി പറഞ്ഞത്? തമ്പി സാറിനെ പോലൊരാളുടെ അടുത്ത് നമ്മൾക്ക് അങ്ങോട്ട് മറുപടി പറയാൻ ഞാനില്ല. അദ്ദേഹത്തിനെ ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. പുഷ്പവതി അടൂർ ഗോപാലകൃഷ്ണനെ ബഹുമാനിക്കാതെ പറഞ്ഞൊരു കാര്യമല്ല. പുഷ്പവതി ആ പറഞ്ഞ കാര്യം വളരെ സീരിയസ് ആയിട്ട് പുഷ്പവതിയെ പോലുള്ള വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നമായതുകൊണ്ട് കൂടിയാണ് പുഷ്പവതി അവിടെ എഴുന്നേറ്റെന്ന് സംസാരിച്ചത്. കാരണം അവരുടെ ജീവിതത്തിലുടനീളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് പുഷ്പവതിയുടെ ഗാനങ്ങൾ പൊളിറ്റിക്കൽ ഗാനങ്ങളാണ്. എല്ലാം സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള, സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടിയുള്ള, സാമൂഹ്യ ഉച്ചനീചത്വങ്ങൾക്കെതിരായിട്ടുള്ള ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി അതിന് സംഗീതം കൊടുത്ത് അതിനെ ആ നിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു കലാകാരിയാണ് പുഷ്പവതി. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അടൂർ ഗോപാലകൃഷ്ണന് ലോകത്തിൽ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം മഹത്വമായിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നിരിക്കാം. പക്ഷേ അദ്ദേഹത്തിനോടൊപ്പം മഹത്വമായിട്ടുള്ള വ്യക്തി തന്നെയാണ് പുഷ്പവതി ഇന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാലഘട്ടത്തിന് ഓരോ ആളുകളും വളർന്നു വരും. ആ ആളുകളെ നമ്മൾ അംഗീകരിക്കണം. അതിൽ സ്ത്രീകൾക്കുണ്ടാവുന്ന ഡെവലപ്മെൻറ്റ് വരുന്ന സമയത്ത് അവൾ സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ആ വികാസത്തെ നമ്മൾ കാണാതിരുന്നുകൂടാ. അതുകൊണ്ട് അങ്ങനെ സംസാരിക്കുക വഴി അദ്ദേഹത്തിൻ്റെ മഹത്വം ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നത് വ്യക്തി എന്ന നിലയിൽ. ഇപ്പോൾ കലാകാരൻ എന്ന രീതിയിൽ അവാർഡുകളൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടാവും. ഞാൻ കാണുന്നത് വ്യക്തി എന്ന നിലയിൽ, അവരുടെ രാഷ്ട്രീയം എന്ന നിലയിൽ അത് കേരളത്തിൻ്റെ വളർന്ന ഒരു സമൂഹത്തിന് ചേർന്നതല്ലാത്തത് കൊണ്ടാണ് നമ്മൾ സാധാരണ മന്ത്രി സജി ചെറിയാനൊന്നും ഒരിക്കലും താൻ ഉദ്ഘാടനത്തിന് വിളിച്ച ഒരു വ്യക്തിനൊക്കെ തിരിച്ച് സംസാരിക്കുന്നത് അത്യപൂർവമായിട്ടുള്ള ഒരു സന്ദർഭമാണ്. അതുകൊണ്ടാണ് മന്ത്രി സജി ചെറിയാനെ സംബന്ധിച്ച് അദ്ദേഹം അത് അടൂരിനെ തള്ളിപ്പറയേണ്ട ഒരവസ്ഥ അദ്ദേഹത്തിന് കൂടി സംഭവിച്ചു. അദ്ദേഹം തള്ളിപ്പറഞ്ഞു. അടൂർ ഒരിക്കലും അത് സംസാരിക്കുമ്പോൾ അടൂരിൻ്റെ നിലപാട് സർക്കാരിനില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കാരണം കേരളത്തിൻ്റെ ഇടതുപക്ഷ സമൂഹത്തിന് അത് സ്വീകാര്യമല്ല. നമ്മുടെ സോഷ്യൽ മീഡിയ അതിശക്തമായിട്ട് രീതിയിൽ പുഷ്പവതിക്കൊപ്പം നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഈ അടൂരിൻ്റെ പരാമർശത്തിൽ SC/ST വിഭാഗങ്ങൾക്ക് 1.5 കോടി കൊടുക്കേണ്ടതില്ല കൊടുക്കുന്നതിന് പകരം 50 ലക്ഷം വീതം 3 പേർക്ക് കൊടുത്താൽ നന്നായിരിക്കില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ചോദിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ SC/ST എന്നവർ എടുത്തു പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവർക്ക് സബ്സിഡി ഉണ്ട് എന്നുള്ളതാണ്. അവർക്ക് സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഘട്ടത്തിൽ അവരെന്ന് മാത്രമല്ല, ഇങ്ങനെ ആനുകൂല്യം പറ്റുന്ന ആർക്കാണെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള പരിശീലനം കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന ആ ഒരു അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതാവാനും സാധ്യതയില്ലേ? ഇല്ല, അത് അങ്ങനെ പറഞ്ഞതായിട്ട് വ്യാഖ്യാനിക്കാനേ കഴിയില്ല. അത് എന്തിനാണ് പിന്നെ നമ്മൾ SC/ST എന്ന് പേരെടുത്ത് പറയണത്? അദ്ദേഹത്തിന് എന്ത് സബ്സിഡി ഇവര് കൊടുക്കുന്നത്? ഒരു സിനിമ നിർമ്മിക്കാൻ ഇന്ന് എത്ര രൂപ വരും? ഒരു നല്ല സിനിമ നിർമ്മിക്കുന്നതിന് അപ്പൊ അവിടെ 1.5 കോടി തന്നെ അപര്യാപ്തമാണ് അല്ലെ? പിന്നെ അതിന്റെ കണക്ക് കാര്യങ്ങളും സർക്കാരിനെ ബോധിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു സംവിധാനത്തിനെ ബോധിപ്പിക്കുക, അത് സിനിമ തന്നെ നിർമ്മിക്കുക എന്ന് പറയുന്നതാണല്ലോ. അതിന് അവർക്കൊരു സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളത് ശരി. അത് എല്ലാവർക്കും കൂടി ആയിട്ട് പറയണം. അല്ലാണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം എടുത്ത് സംസാരിക്കുന്നതിലാണ് തെറ്റ്. മുകേഷ് പറഞ്ഞില്ലേ പരിശീലനം കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ മുകേഷിന്റെ സംസാരത്തിന് പോലും നമുക്കത് അങ്ങനെ, മുകേഷ് അടൂരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള രീതിയിലാണ് സംസാരിച്ചത്. അടൂരിനെ സപ്പോർട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. പക്ഷെ ആ ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അതിനെന്തുണ്ട്? പരിശീലനം കൊടുക്കണം. പരിശീലനം കൊടുക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.